അറബിക്കടലിന്റെ കണ്ണാടി, ആഴങ്ങളിൽ കടലിൽ ഒളിപ്പിച്ച മുത്തും പവിഴവുമെല്ലാം ഒന്ന് മുങ്ങാങ്കുഴിയിട്ടാൽ തൊട്ടടുത്ത് കാണാൻ കഴിയും വിധത്തിൽ തെളിച്ചമുള്ള കടൽ. കടമ്പകൾ ഏറെയുണ്ടെങ്കിലും ലക്ഷദ്വീപിലേക്ക് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിന്റെ പ്രധാന കാരണം ഈ സൗന്ദര്യം തന്നെയാണ്. 32 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള 36 ദ്വീപുകൾ ഉൾപ്പെടുന്നതാണ് ലക്ഷദ്വീപ്. ഇതിൽ 10 എണ്ണത്തിൽ മാത്രമാണ് ജനവാസമുള്ളത്. ബംഗാരം, കത്മത്ത്, മിനിക്കോയ്, കൽപ്പേനി, കവരത്തി എന്നിവയാണ് ലക്ഷദ്വീപിലെ ഏറ്റവും പ്രശസ്തമായ സ്ഥലങ്ങൾ. ലക്ഷദ്വീപിൽ വിമാനത്താവളം കേന്ദ്ര സർക്കാർ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിലും നിലവിൽ വിമാനമാർഗമുള്ള യാത്രയ്ക്ക് വലിയ പരിമിതികളുണ്ട്. അഗത്തി ദ്വീപിലേക്ക് അലയൻസ് എയർ മാത്രമാണ് എല്ലാ ദിവസവും ഒരു IT-7 വിമാനം കൊച്ചി, ബംഗളൂരു, അഗത്തി എന്നിവിടങ്ങളിൽ സർവീസ് നടത്തുന്നത്. ആഴ്ചയിൽ 6 ദിവസവും ഈ സേവനം ലഭ്യമാണ്. വീതി കുറഞ്ഞ വിമാനങ്ങൾക്ക് മാത്രമേ അഗത്തി ദ്വീപിലെ എയർ സ്ട്രിപ്പിൽ ഇറങ്ങാൻ കഴിയൂ എന്ന പ്രശ്നവുമുണ്ട്. കടൽ മാർഗമാണെങ്കിൽ MV കവരത്തി, MV അറബിക്കടൽ, MV ലക്ഷദ്വീപ് കടൽ, MV ലഗൂൺസ്, MV കോറൽസ് എന്നിങ്ങനെ 6 യാത്രാ കപ്പലുകളാണ് ലക്ഷദ്വീപിനും കൊച്ചിക്കുമിടയിൽ സർവീസ് നടത്തുന്നത്. ഏകദേശം 14 മുതൽ 18 മണിക്കൂർ വരെയാണ് യാത്രാ സമയം. ലക്ഷദ്വീപിലേക്കുള്ള യാത്രയ്ക്ക് ചില യാത്രാ അനുമതികൾ കൂടിയേ തീരൂ. ലക്ഷദ്വീപിൽ ദ്വീപുകൾ സന്ദർശിക്കാൻ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ നൽകുന്ന പ്രവേശന പെർമിറ്റ് ആവശ്യമാണ്. ദ്വീപുകളുടെ സമ്പന്നമായ പ്രകൃതിദത്ത ആവാസ വ്യവസ്ഥയും പരിസ്ഥിതിയും സംരക്ഷിക്കുന്നതിനാണ് ഇങ്ങനെയുള്ള കടുത്ത നിയമങ്ങൾ. പ്രവേശനാനുമതി ലഭിക്കണമെങ്കിൽ ഒരാൾക്ക് ആദ്യം ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ലഭിക്കേണ്ടതുണ്ട്. ഇതുണ്ടെങ്കിൽ മാത്രമേ ലക്ഷദ്വീപിലേക്കുള്ള പ്രവേശനം സാധ്യമാകൂ. ഇതെല്ലാം തയ്യാറാക്കി അവിടെ എത്തിയാൽ ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല എന്നതാണ് യാഥാർത്ഥ്യം. കണ്ണാടി തിളക്കം പോലെ പച്ച നിറത്തിലുള്ള തീരക്കടൽ ആണ് പ്രധാന സവിശേഷത. പവിഴപ്പുറ്റുകളെയും വർണ്ണാഭമായ കടൽ ജീവികളെയും ഒരു ചില്ലുപാത്രത്തിലേക്ക് നോക്കിയാൽ എന്ന പോലെ തെളിഞ്ഞു കാണാം. വൃത്തിയുള്ള ശാന്തമായ തീരങ്ങൾക്കും ജലവിനോദങ്ങൾക്കും പ്രസിദ്ധം. സ്കൂബ ഡൈവിംഗ്, സ്നോർക്കലിംഗ്, കയാക്കിംഗ്, സ്കീയിംഗ് തുടങ്ങിയവയ്ക്ക് സൗകര്യമുണ്ട്. ചില്ലു ബോട്ടിലൂടെയുള്ള കടൽ യാത്ര മറ്റൊരു പ്രധാന അനുഭവമാണ്. ഇത്തരം ബോട്ടുകളുടെ അടിഭാഗം ഗ്ലാസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. താഴോട്ട് നോക്കിയാൽ അടിപൊളി കടൽ ജീവികളെ കാണാം. ഗ്രാമസന്ദർശനം, മറൈൻ മ്യൂസിയം, ലൈറ്റ് ഹൗസ് എന്നിവയും ഇവിടെയുണ്ട്. ലക്ഷദ്വീപ് യാത്രയ്ക്ക് ഏറ്റവും അനുയോജ്യമായ സമയം ശൈത്യകാലമാണ്, അതായത് ഒക്ടോബർ മുതൽ മാർച്ച് വരെ. ലക്ഷദ്വീപ് സന്ദർശിക്കണമെങ്കിൽ കുറഞ്ഞത് 4 അല്ലെങ്കിൽ 5 ദിവസത്തെ ടൂർ പ്ലാൻ ചെയ്യണം. ബജറ്റ് സൗഹൃദമായ ലക്ഷദ്വീപ് ടൂർ പാക്കേജിനായി നിങ്ങൾക്ക് ട്രാവൽ ഏജന്റിന്റെ സഹായവും തേടാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കൂടുതൽ അറിവിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഷെയർ ചെയ്യുക.